ഹലോ ഓൾ, കരിയർ പാത്ത് വിത്ത് അപരയിലേക്ക് സ്വാഗതം. പുതിയ ജോലി ഒഴിവുകളെക്കുറിച്ചും മറ്റവസരങ്ങളെക്കുറിച്ചും അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഡോക്ടറൽ ഡിഗ്രിയുള്ള ആളുകളാണോ നിങ്ങൾ? വിത്ത് ടീച്ചിങ് എക്സ്പീരിയൻസ് ഫോർ എ ഫ്യൂ ഇയേഴ്സ് ഉണ്ടെങ്കിൽ സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്കായി വേക്കൻസീസ് വെയിറ്റിംഗ് ആണ്. നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ഇൻ ഡീറ്റെയിൽ പോയി നോക്കാം. ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം ഫോർ ഫില്ലിംഗ് ദ പോസ്റ്റ് ഓഫ് പ്രൊഫസർ ആൻഡ് അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് അസോസിയേറ്റ് പ്രൊഫസർ ഇൻ ദ കൺസ്റ്റിറ്റ്യുവൻറ്റ് കോളേജസ് ആൻഡ് ദ മൾട്ടി ടെക്നോളജി ടെസ്റ്റിംഗ് സെൻറ്റർ വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ ഓഫ് സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഇംഫാലിൽ നിന്നാണ് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ വേക്കൻസി വന്നിരിക്കുന്നത്. ഫീ എന്ന് പറയുന്നത് 1000 രൂപയായിരിക്കും. SC ST PWD വിമൻ കാൻഡിഡേറ്റ്സിന് ഫീ ഇല്ല. ഓക്കെ, ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം തന്നെ 26 ഡിസംബറിന് മുൻപ് നമ്മൾ തീർക്കണം. ഫീ പേയ്മെൻറ്റ് ഓൺലൈൻ ആയിരിക്കണം. വേക്കൻസീസ് ഒന്ന് നോക്കാം. ഇതിൽ നിങ്ങളുടെ ടോപ്പിക് ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ടെന്നാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, PhD സമയത്തുള്ള എക്സ്പീരിയൻസ് കണക്കാക്കുന്നതല്ല മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രൊഫസർ ആൻഡ് അസോസിയേറ്റ് പ്രൊഫസർ വേക്കൻസീസ് നോക്കാം. അഗ്രോണമി, ജനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗ്, പ്ലാന്റ് പത്തോളജി, എൻറ്റമോളജി, അഗ്രികൾച്ചറൽ ഇക്കണോമിക്സ്, അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, സോയിൽ സയൻസ്, ഫ്ലോറികൾച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ്, fruit science, vegetable science, forest product utilization, silviculture and agroforestry management, post-harvest technology, tree improvement, plant biochemistry, agricultural business management, agricultural statistics, plant biotechnology, nematology, crop plant physiology, food technology, processing and food engineering, food microbiology, farm power machinery, renewable energy, fish genetics and reproduction, aquatic animal health management, fish processing technology, textiles and apparel designing, human development and family studies, food science and nutrition, family resource management, home science extension education, veterinary gynec and obstetrics, animal nutrition, veterinary physiology, veterinary pharmacology and toxicology, veterinary microbiology, livestock product technology, veterinary surgery and radiology, veterinary public health and epidemiology, livestock production management, animal genetics and breeding, veterinary medicine, veterinary pathology, veterinary and animal husbandry extension, veterinary biochemistry, veterinary anatomy, veterinary parasitology. മൊത്തം 123ഓളം വേക്കൻസീസ് ആണ് നിലവിൽ വിളിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇതിലെവിടെയെങ്കിലും എലിജിബിൾ ആണെങ്കിൽ ഒബ്വിയസ്ലി കൊടുക്കാവുന്നതാണ്. പേ സ്കെയിലും കാര്യങ്ങളും ഭയങ്കര അട്രാക്റ്റീവാണ്. നമുക്ക് നോക്കാം. പ്രൊഫസറിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഫോർ ഡിസിപ്ലിൻസ് അതർ ദാൻ വെറ്റിനറി സയൻസസ് ഡോക്ടറൽ ഡിഗ്രി വേണം, ഇൻക്ലൂഡിംഗ് റെലവൻറ്റ് ബേസിക് സയൻസസ് ആസ് ദ സബ്ജക്റ്റ്, 10 years experience in relevant subject, out of which 8 years should be as scientist, lecturer or extension specialist or in an equivalent position in PB3 of rupees എത്രയാണ് പേയിങ് ബേസ് ഓഫ് rupees 15,600 to 39,100 with grade pay of 5,400 etc. and 2 years as associate professor or senior scientist. Okay. Candidate should have made contribution to research, teaching, extension education as evidenced by a minimum of 10 publication. Minimum 10 publications എങ്കിലും വേണം with high NAS impact factor. വെറ്റിനറി സയൻസ് ഡിസിപ്ലിൻ ആകുമ്പം വ്യത്യാസമുണ്ട്. റെക്കഗ്നൈസ്ഡ് വെറ്റിനറി ക്വാളിഫിക്കേഷൻ ഇൻക്ലൂഡഡ് ഇൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്കെഡ്യൂൾ ഇൻ ഇന്ത്യൻ വെറ്റിനറീസ് കൗൺസിൽ ആക്ട്
1984 and must be registered with the State Veterinary Council. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അസോസിയേറ്റ് പ്രൊഫസർ ആണെങ്കിൽ ഡോക്ടറൽ ഡിഗ്രി വേണം. 8 years എക്സ്പീരിയൻസ് ആണ് ഇൻ റെലവൻറ്റ് സബ്ജക്റ്റ്. 8 years എക്സ്പീരിയൻസ് ഇൻ റെലവൻറ്റ് സബ്ജക്റ്റാണ്. സയൻറ്റിസ്റ്റോ ലെക്ചററോ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഷുഡ് ഹാവ് മെയ്ഡ് കോൺട്രിബ്യൂഷൻ ടു റിസർച്ച്. അറ്റ്ലീസ്റ്റ് 5 പബ്ലിക്കേഷൻസ് എങ്കിലും നിങ്ങളുടെ പേരിലുണ്ടായിരിക്കണം. ഓക്കെ. സ്കെയിൽ ഓഫ് പേ നോക്കുകയാണെങ്കിൽ പ്രൊഫസറിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 1,44,200 ആണ്. അസോസിയേറ്റ് പ്രൊഫസറിൻ്റെ പേ ലെവൽ വരുന്നത് 1,31,400 ആണ് പെർ മന്ത്. ഫർദർ ഡീറ്റെയിൽസ് എല്ലാം തന്നെ താഴെ കൊടുത്തിട്ടുണ്ട്. ഡോക്യുമെൻസും കാര്യങ്ങളും എല്ലാം തന്നെ ഇൻ്റർവ്യൂ ടൈമിൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം തള്ളിക്കളയും എന്നുള്ളതെല്ലാം പറയുന്നുണ്ട്. 4% ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് റിസർവ്ഡ് ആണ്. ആപ്ലിക്കേഷൻ ഫോം ഈസ് അവൈലബിൾ ഇൻ ദ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.cau.ac.in. It should be submitted online by giving prescribed fees. Final printed application format along with relevant documents must be sent as hard copy to the university by registered speed post addressed to the registrar, Central Agricultural University, Lamphal-Pat, Imphal, Manipur. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ കോപ്പി ഹാർഡ് കോപ്പി ആയിട്ട് സെൻഡ് ചെയ്യാനും മറക്കാതിരിക്കുക. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്താണെന്നുള്ളത് സൂപ്പർസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓൺ ദ ടോപ്പ്. ബാക്കി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോട്ടിഫിക്കേഷനിൽ തന്നെ വെബ്സൈറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അത് ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ആരൊക്കെയാണ് എലിജിബിൾ അല്ലാത്തത് നോക്കാം. കോർട്ട് ഓഫ് ലോയുടെ അണ്ടറിൽ കൺവിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി അലൗഡ് അല്ല. ഹു ഹാസ് എൻറ്റേർഡ് ഇൻ ടു കോൺട്രാക്റ്റഡ് മാരേജ് വിത്ത് എ പേഴ്സൺ ഹാവിങ് എ സ്പൗസ് ലിവിങ്. Person who has a spouse living and has entered into a contracted or marriage with any other person, not a citizen of India. Any other category of person disqualified for appointment by the government of India. Okay. Provisionally വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ സെലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുക. All qualifications and experience will be counted up to the last date of application. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ തന്നെ ഈവൻ ആഫ്റ്റർ ഇഷ്യൂയിങ് ദ അപ്പോയിൻമെൻറ്റ് ലെറ്റർ നിങ്ങളുടെ ഈ ഒരു പൊസിഷൻ ക്യാൻസൽ ചെയ്യാവുന്ന സാധ്യതകളുണ്ട്. ദെൻ ദ പ്രോസസ് ഓഫ് സെലക്ഷൻ മേ ബി ബൈ എ പ്രസൻറ്റേഷൻ, സെമിനാർ, ഇൻ്റർവ്യൂ ഓർ എ കോമ്പിനേഷൻ ദെയറോഫ്. സോ എങ്ങനെയായിരിക്കും സെലക്ഷൻ പ്രോസസ്സ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സോ ഓവറോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് പ്രൊഫസർ വേക്കൻസീസിനെ കുറിച്ചാണ്. ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. ഇഫ് യു ആർ എലിജിബിൾ ദെൻ യു ഷുഡ് ഗോ ഫോർ ഇറ്റ്. നിങ്ങൾക്ക് അസോസിയേറ്റ് പ്രൊഫസർ ആവാൻ മിനിമം 5 പബ്ലിഷ്ഡ് പേപ്പേഴ്സും പ്രൊഫസർ ആവാൻ മിനിമം 10 പബ്ലിഷ്ഡ് പേപ്പേഴ്സും ഉണ്ടായിരിക്കണം. സോ ദീസ് ഓൾ ആർ ദ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് the notification, and thank you for watching.